ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അത് പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ഗായ്സ്. ഫോണിൻ്റെ ചെറിയ കംപ്ലൈൻറ്റോ കാരണം എനിക്കങ്ങനെ വീഡിയോസ് എടുക്കാനും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ഇട്ടിങ്ങനെ തൽക്കാലം തട്ടിമുട്ടി പോയതായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരാതെ, ഇന്നെന്താ നമുക്ക് പരിപാടി എന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ ബേപ്പൂർ ഫെസ്റ്റ് സീസൺ 4 തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? ആദ്യം തന്നെ തുടങ്ങിയ ഡേറ്റൊക്കെ മാറ്റി നമുക്ക് ഓരോ സാഹചര്യ കാരണങ്ങൾ കൊണ്ട് മാറ്റേണ്ടിയൊക്കെ വന്നു. പിന്നെ ഇപ്പോൾ ജനുവരിയിൽ 4, 5 ജനുവരി 4, 5 നമ്മുടെ പരിപാടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ, അതായത് ജനുവരി 4 ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു ദിവസം ജസ്റ്റ് ഞാൻ പുളിമൂട്ടൊക്കെ ചുറ്റിക്കണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പരിപാടികളുണ്ടായില്ല, പക്ഷേ ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4ാമത്തെ പരിപാടി എന്ന് പറയുന്നത് ഡ്രോൺ ഷോയും സ്റ്റേജ് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിംഗർ ഹരിശങ്കർ ആയിരുന്നു പാട്ടിന് വന്നിട്ട്. ഭയങ്കര തിരക്കും ബഹളമായതുകൊണ്ട് തന്നെ നമുക്ക് സിംഗറിനെ നേരിട്ടൊന്ന് കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായത് കടലിൻ്റെ ഭാഗത്തേക്കൊന്ന് അവിടെ ജസ്റ്റ് പോയി ഇരുന്നിട്ട് പാട്ടൊക്കെ കേട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുളിമൂട്ടിൻ്റെ വ്യൂ കേട്ടോ. അവിടെ ഭയങ്കര ലൈറ്റൊക്കെ സെറ്റാക്കി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആ വീഡിയോ എൻ്റെ ബ്രദറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് ബ്രദർ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പം പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. DP പ്ലാനറ്റ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ ഞാനത് ആ വീഡിയോ ഒക്കെ ഒന്ന് ഇതിലേക്ക് കടമെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഭരത്തുമോനും അമ്മയൊക്കെ അവിടെ ഇരുന്നിട്ട് നമ്മളെ ഏതായാലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയും തിരക്കായതുകൊണ്ട് ജസ്റ്റ് പാട്ടെങ്ങനെ അവിടെ ഇരുന്ന് ആസ്വദിച്ചു കേട്ടോ. അപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് കേട്ടത്, എല്ലാവരും ഒന്ന് ഫ്ലാഷ് ഓൺ ആക്കി. ഞാനും കുറേ ഫ്ലാഷൊക്കെ പൊക്കി കാണിച്ചു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഡ്രോൺ ഷോ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ സീസൺ മുതൽ കൊണ്ടുവന്നതാണ് ഈ ഡ്രോൺ ഷോ കേട്ടോ. ഈ ഡ്രോൺ ഷോനെ പറ്റി ആധികാരികമായി പറയാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. എന്തായാലും നല്ലൊരു അടിപൊളി തന്നെ ആയിരുന്നു. ഇത് നമ്മുടെ ഇതുവരെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ നമ്മുടെ ശ്രീ മുഹമ്മദ് റിയാസ് ഈ ഡ്രോൺ ഷോയിലൂടെ നമുക്ക് സൗണ്ടിലൂടെ ഇങ്ങനെ വീഡിയോയിലൂടെ ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഡ്രോൺ ഷോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ ആകാശത്തേക്ക്. ഭയങ്കര എന്താ പറയുക, നമുക്കൊരു അവിശ്വസനീയമാണ് ഇത്രയും ഡ്രോണുകൾ പല പല രൂപങ്ങളിലായിട്ട് ഇങ്ങനെ കാണുക. നമ്മളെന്തോ സിനിമ എന്തോ ആകാശത്ത് ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. ശരിക്കും അവരുടെ കഴിവ് അപാരം തന്നെയാണ് അല്ലേ. എല്ലാവരുടെയും തല അടിപൊളിയാണെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഡ്രോൺ ഷോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഡ്രോൺ ഷോൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ആവേശത്തിലാണ് വ്യത്യസ്തമായ പ്രകാശ കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ ഇലുമിനേഷൻ ഈ ആഘോഷവേളക്ക് കൂടുതൽ തിളക്കമേകും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണല്ലോ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ്. നിങ്ങൾക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി 2025. മണ്ണിലും കാറ്റിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനയിൽ നിന്ന് ഒരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധ ദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകൾ. 1498 വാസ്കോഡി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു. ഏറെ വിലപ്പെട്ടതാണ്. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഒരിക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ്
ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം അരങ്ങേറി. മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇക്കൊല്ലം 4ാം എഡിഷനിലേക്ക് കടന്നിരിക്കുന്നു. സാഹസിക ജല കായിക മത്സരങ്ങളുടെ ലോക ഭൂപടത്തിൽ ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചൊന്നാക്കുന്ന ബേപ്പൂരിന്റെ ആതിഥേയ മനസ്സും ഈ നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പുലിമുട്ടും കപ്പലുകളും ഗുരുവും ലൈറ്റ് ഹൗസും എല്ലാം ഒരുക്കി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ബേപ്പൂർ ജലകായികമേള, നാവിക പ്രദർശനങ്ങൾ, പാചകമേള, കലാസംഗീത സന്ധികൾ തുടങ്ങി ഒട്ടേറെ നവ്യ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത്. സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ഈ ലോകത്തേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ ജലോത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പോവേ. എന്ത് രസാലേ.
അതെങ്ങനെയല്ലേ ഒരു രൂപ ആയി ഓരോ ബേപ്പൂർ അങ്ങനെ നമ്മുടെ ഡ്രോൺ ഷോ ഒക്കെ അവസാനിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോൾ ജനുവരി 5 ഇന്നും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോഴും നമ്മുടെ സ്റ്റേജ് പരിപാടി അതിനുശേഷം പിന്നെ ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ, ഹരിശങ്കർ ആണെന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടൊക്കെ നല്ലൊരു വൈബായിരുന്നു. ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് കളിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം നിൽക്കാന്നില്ല, ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടോ, മോനൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പോണ വഴിയിൽ ഒരു കുഴലപ്പൊക്കെ വാങ്ങി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഒന്ന് പ്രഹസനമൊക്കെ കാണിച്ചതിന് ശേഷം ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേപ്പൂരുകാരല്ലെങ്കിലും എവിടെയുള്ള ആളുകളാണെങ്കിലും ഞങ്ങളെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇന്നും കൂടെ അടിപൊളി ഒരു ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് തന്നെ കാണാം കേട്ടോ. ഞങ്ങളെ ബേപ്പൂരുകാരുടെ ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ ഈ വാട്ടർ ഫെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ എല്ലാവരും വന്നിട്ടൊന്ന് കണ്ടുപോകാം കേട്ടോ. എല്ലാ സീസണും ഉണ്ടോ, ഇതിപ്പോൾ 4ാമത്തെ സീസണാണ് കേട്ടോ. അപ്പോൾ ഈ കൊല്ലം കാണാൻ പറ്റാത്തവർ അടുത്ത കൊല്ലം മറക്കാതെ കാണാൻ വരണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പുളിമൂട്ടിൽ ഞാൻ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പുളിമൂട്ടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ ഗായ്സ്, ബൈ ബൈ, വീണ്ടും കാണാം.